ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. ഞാൻ വിചാരിച്ചു ഒരു പരിപ്പുവട ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെയോ കാപ്പിയുടെ കൂടെയോ നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും പരിപ്പുവട ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ ഉണ്ടാക്കാനുള്ള മടി കൊണ്ടായിരിക്കും ഇതുവരെ ട്രൈ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കി നോക്കിയാലോ? മടിയാണെങ്കിൽ കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ഇട്ടോളൂ, കുറച്ച് എനർജി വരട്ടെ. അപ്പോൾ നമുക്ക് പരിപ്പുവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പരിപ്പുവടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്, അതേ ക്രിസ്പി ആയിട്ടുള്ള അതേ സ്മെല്ലും ഒക്കെയുള്ള നല്ല അടിപൊളി പരിപ്പുവട. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യണം കേട്ടോ. കൂടാതെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പാണ്. പരിപ്പ് കുറേ ടൈപ്സ് ഉണ്ടല്ലേ. അപ്പോൾ കടലപ്പരിപ്പ്, പിന്നെ തോരപ്പരിപ്പ്, പിന്നെ പീസ് പരിപ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗ്രീൻ പീസ് അല്ലേ, പട്ടാണി, അതിൻ്റെ പരിപ്പ്, അങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട്. നമുക്ക് എല്ലാം വെച്ചും ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കടലപ്പരിപ്പ് വെച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒരു 4 to 5 hours സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 hours എങ്കിലും ഇത് കുതിർത്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ കടലപ്പരിപ്പ്. അത് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് പരിപ്പ് നമ്മൾ മാറ്റി വെക്കണം. കാരണം നമ്മൾ ലാസ്റ്റ് ഇത് ചേർത്തിട്ടാണ് പരിപ്പുവട ഉണ്ടാക്കുന്നത്. ഇതും കൂടെ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പം ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് വേണം നമുക്ക് അരച്ചെടുക്കാനല്ല, ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിടണം, ഒരു ക്രഷ് ചെയ്തെടുക്കണം, ചതച്ചെടുക്കാൻ അറിയില്ലേ, അതുപോലെ കുറച്ച് തരിയായിട്ട് കുറച്ച് ആയിട്ട് അരച്ചെടുക്കാം. കുറേ ബാച്ചസ് ആയിട്ട് അരച്ചെടുക്കാം, ഒരുമിച്ച് ഇടാൻ പാടില്ല. അപ്പോൾ ഇത് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ജാറ് തുറന്ന് നോക്കിയിട്ട് അതിൽ സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സ്പൂൺ വെച്ചിട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഒരുമിച്ച് ഒറ്റയടിക്ക് അരച്ചെടുത്താൽ ചിലപ്പോൾ അടിയിലുള്ളത് പേസ്റ്റ് പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് എല്ലാ പരിപ്പും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം, ആവശ്യത്തിന് നിങ്ങൾ ചേർത്തോളൂ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയ സവാളയുടെ ഹാഫ് അല്ലെങ്കിൽ ഒരു ഫുൾ സവാള അതും കൂടെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നമുക്ക് ഈ അരച്ച് വെച്ച പരിപ്പ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്മെല്ലും ഒക്കെ വരും, അതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കണം കേട്ടോ. ഇനി സ്പെഷ്യലായിട്ട് നമുക്കിതിൽ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അത് എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും, നല്ലൊരു സ്മെല്ലും കൂടെ വരും. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങളൊന്ന് ഇതുകൂടെ ചേർത്ത് നോക്കും കേട്ടോ. പിന്നെ ചിലർ ഇതിലേക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കാത്തത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മളൊരു കടായി അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ എണ്ണ ചൂടാക്കി എടുക്കാം. അതിനുശേഷം ഈ പരിപ്പ് ഒരു ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്ത് മറ്റേ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഷേപ്പിൽ അത് വരും. സെൻറ്ററിൽ കുറച്ച് കട്ടിയായിട്ടുണ്ടാവും, സൈഡിലൊക്കെ കുറച്ച് ചെറുതായിട്ട് തിന്നായിട്ടായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ വിരൽ വെച്ച് പ്രസ് ചെയ്യാൻ പാടില്ല കേട്ടോ, കൈപ്പത്തി വെച്ച് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സൈഡിലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പുറത്ത് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോവും, അകത്താണെങ്കിൽ വേവും ചെയ്യില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട കേട്ടോ, കാരണം ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കളറായി വരും, നല്ല ബ്രൗൺ കളറായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ എണ്ണയിൽ തന്നെ ബ്രൗൺ കളർ ആവാൻ വെയിറ്റ് ചെയ്യണ്ട. ഇതുപോലെ നമുക്ക് എല്ലാ വടയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതെന്ന്. ഞാനിവിടെ എല്ലാ പരിപ്പുവടയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് പരിപ്പ് കൊണ്ട് ഞാനൊരു 12 വടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ചെറിയ സൈസാണ്. മീഡിയം സൈസാണെങ്കിൽ നിങ്ങൾക്കൊരു 8 to 10 വരെ കിട്ടും. നിങ്ങളിതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.